ഞാൻ അതുകൊണ്ട് ഫിൽറ്റർ ഒന്നും ഇടാതെ തന്നെ. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ആ വീഡിയോ കുറച്ച് നാളും കൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ വീഡിയോ ആണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അന്നേരം അതിപ്പം എനിക്കൊന്ന് 2 മില്യണോ 2 ആണോ 1 ആണോ എന്തോ എത്ര മില്യൺ വ്യൂസ് പോയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണെന്നാണ് ഈ കമൻറ്റ് ബോക്സിലും പറയുന്നത്. അന്നേരം ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അന്നേരം സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. പ്യുവറായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചാനലൊക്കെ മറന്നു കഴിഞ്ഞാൽ എന്തായാലും തന്നെ ഇവിടെ കൊടുത്തേക്കാം. അന്നേരം നിങ്ങൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാൻ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ച എന്തുവായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ആ പൗഡർ, നമ്മൾ വെളുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറാണ്. സത്യം പറഞ്ഞാൽ ഈ കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും മനുഷ്യനാണല്ലോ, നമുക്ക് അംഗവൈകല്യം കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. കാണാൻ, കേൾക്കാം, നടക്കാം, സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. നന്ദി പറയേണ്ടത് കേട്ടോ. അല്ലാതെ നീ തൊലിയുടെ നിറത്തിലല്ല കേട്ടോ. ആരെയും തൊലിയുടെ നിറത്തിൽ അളക്കരുത്. ഇപ്പം കണ്ടുവരുന്നൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പറയും അയ്യോ കൊച്ചി ഇച്ചിരി കൂടെ വെളുപ്പായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ പറയും അയ്യോ കൊച്ചിന് തള്ളയുടെ കളർ കിട്ടിയില്ല, തന്തയുടെ കളർ കിട്ടി, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അന്നേരം അങ്ങനെയുള്ളവരോട് നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ പിന്നെ കിടന്നുകൊണ്ട് നിറത്തിനും മതത്തിനും അതൊന്നും ഞാൻ ഇതീ പറയുന്നില്ല. നിറത്തിൻ്റെ കാര്യത്തിലൊന്നും ആരെയും നിറത്തിൻ്റെയോ ലുക്കിൻ്റെയോ ഒന്നും കാര്യത്തിലല്ല. വേറെ കുഴപ്പമില്ലാതെ ദൈവം അവരെ സൃഷ്ടിച്ചത് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അവരുടെ നിറത്തിനെ ഒന്നും ബോഡി ഷേമിങ്ങോ ഒന്നും ചെയ്യാതിരിക്കുക മാക്സിമം. നമ്മൾ ആരെയും ചെന്ന് കുത്തുവാക്ക് പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അവർ വണ്ണമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, മെലിഞ്ഞവരാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർക്കിപ്പോൾ തടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ തടിക്കാനുള്ള കാര്യങ്ങൾ നോക്കും, അവർക്ക് മെലിയണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ മെലിയാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എല്ലാവരോടും. അന്നേരം നമ്മളാണെങ്കിൽ അന്നേരം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ടീസ്പൂൺ ഉണ്ടല്ലോ, ടീസ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനത്തെ സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് ഈ സ്പൂണിനിപ്പം ഒരു സ്പൂണ് പച്ചരി എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്പൂൺ തന്നെ ഉഴുന്നെടുക്കുക കേട്ടോ. അത് ഞാനിപ്പം 2 ടീസ്പൂൺ ഉഴുന്ന് 2 ടീസ്പൂൺ പച്ചരി. ഇപ്പോൾ അത് നല്ലതാണെങ്കിൽ എനിക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞ് ജാറില്ലാത്തതുകൊണ്ട് ഇച്ചിരി വലിയ ജാറാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിച്ച് എടുക്കണമെങ്കിൽ ഇച്ചിരി തോനെ വേണം, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എടുത്തത്. അന്നേരം അതുകൊണ്ട് അങ്ങനെ എടുത്ത് അത് രണ്ടും ഈക്വൽ അളവിലെടുത്തിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ശേഷം ഇങ്ങനൊരു കണ്ടെയ്നർ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. വെള്ളം ഒന്നും നനയാതെ ഇരിക്കണം എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇത് ചിലപ്പം പൂത്തൊക്കെ പോവും വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാലേ. അന്നേരം നമുക്ക് ഇതാണ് ആ പൊടി. 1 സ്പൂൺ പച്ചരിക്ക് 1 സ്പൂൺ ഉഴുന്ന്, അതുപോലെ തന്നെ കേട്ടോ. ഏത് അളവാണോ എടുക്കുന്നത് അത് രണ്ടും ഈക്വലായിട്ട് എടുക്കാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിപ്പോൾ ഇത് മുഴുവൻ വേണ്ടല്ലോ, അത് നമുക്കിതുപോലൊരു ബൗളിലോട്ട് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഞാനിപ്പം ദാണ്ടെ ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ എടുക്കാണേ. കണ്ടോ, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും തന്നെ ധാരാളം മുഖത്ത് തേക്കാൻ. വലിയ മുഖമാണ് എന്നാലും കണ്ടോ. ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. കണ്ടോ, ഇതും അതേ അളവിൽ തന്നെ എടുക്കുക, ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ചേർക്കാനുള്ളത് തൈരാണ് കേട്ടോ. തൈരും നമ്മൾ 1 സ്പൂൺ തന്നെയാണ് ഇട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അവരതിൽ പറയുന്നുണ്ട് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കട്ട കുത്താൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് എല്ലാം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇതിലിനി പാലും കൂടെ ഒഴിക്കണം. പാലും 1 സ്പൂണ് നമ്മൾ കുറച്ച് ഒഴിക്കുക കേട്ടോ. അതായത് നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ ഉള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് തേക്കാനായിട്ടുള്ളൊരു പാകം, ആ പാകത്തിനനുസരിച്ച് പാലും കൂടെ ഒഴിക്കട്ടെ. പാലിന് ഞാൻ അളവ് പറയുന്നില്ല, നമുക്കറിയാമല്ലോ നമ്മുടെ മുഖത്ത് എത്ര വീതം മുഖത്ത് തേക്കാനുള്ളൊരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, എന്നാൽ അതിനനുസരിച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. കാണാമോ? പിന്നെ എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിന് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിപ്പോവും. അത് കുറച്ച് ഒഴിക്കുക കേട്ടോ. ഉഴുന്നൊക്കെ ഉണ്ടായാണ്ടേ ആ ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കുറേ പേര് കണ്ട വീഡിയോ ആണ് കേട്ടോ അത്. കുറേ പേര് കണ്ടിട്ട് ഞാൻ അതുകൊണ്ട് ഫിൽറ്റർ ഒന്നും ഇടാതെ തന്നെ, അല്ലെങ്കിൽ ഇച്ചിരി ഫിൽറ്ററൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. ഞാൻ
ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ കൂടെ കാണിക്കണം, ലൈവായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫിൽറ്റർ ഇച്ചിരിയും കൂടെ ലൂസാണ്. ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്കാ ഫെയിലായിപ്പോയി, കുഴിഞ്ഞു പോയി കേക്ക്. ഞാൻ അതെടുത്ത് കഴിക്കാതേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഓരോ റെസിപ്പി കൊണ്ടുവരുമ്പോൾ നമ്മളൊരു 1-2 വട്ടങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അന്നേരം അത് മാത്രമല്ല അതിന് ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളതിനകത്തോട്ട് ഇടത്തുള്ളൂ. അതാ നിങ്ങളുണ്ടാക്കി കൊള്ളത്തില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കണ്ടേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ഇച്ചിരിയും കൂടെ പാലൊഴിക്കാം. പിന്നെ കൂടി ഇതാ പറയുന്ന ആവേശം മൂത്ത് ഞാനെടുത്ത് കസാരയിൽ വെച്ചേക്കും കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ആണ്. എടുക്കുമ്പോഴേ വീഴും. നമുക്കിതൊന്ന് തേച്ച് നോക്കാം. തേച്ചിട്ട് 15 മിനിറ്റ് വെക്കാനാണ് അവർ പറയുന്നത്. ഓ തൈരൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടേ ഒരു തണുപ്പ്. പകുതി തേച്ചാലോ? അല്ല, ആഫ്റ്ററും ബിഫോറും കാണിക്കുക. എന്തായാലും ഫിൽറ്റർ ഇട്ടിട്ടില്ലല്ലോ. കൈകൊണ്ട് കേൾക്കുന്നതാണ് നല്ലത്. നല്ല മണം. ഓൾറെഡി എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് തൈര് ഒരുപാട് കഴിച്ചു. അങ്ങനെ ഇപ്പോൾ തൈരിൻ്റെ അഡിക്റ്റാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഫുഡിന് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ ഞാൻ. അതാണ് ഞാനിങ്ങനെ വണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ എവിടെയും പറയും. കയറി പോകുന്നു. കൈകൊണ്ട് കേൾക്കാം. കൈനാണൊക്കെ കാണിച്ചറിയാമെങ്കിൽ രുചിയുണ്ട്. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ മുടിയിലൊക്കെ ആയാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് എണ്ണ തേക്കുന്നുണ്ട്. ഞാനത് കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അത് കഴിക്കാൻ അത് കൊള്ളാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് ആദ്യം യൂസ് ചെയ്തപ്പോൾ 3 ദിവസമായി തേക്കുന്നു. അല്ല 2 വട്ടം തേച്ചു. 2 വട്ടം. 2 വട്ടം തേച്ചിട്ട് എനിക്ക് അത്യാവശ്യം ചെറിയ റിസൾട്ട് പോലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊരു 2 ആഴ്ചയെങ്കിലും യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കോക്കാച്ചി വരുന്നേ. പിന്നെ ഞാനാണെങ്കിൽ ഇതും തേച്ച് ഇപ്പോഴാണ് എൻ്റെ കൊച്ചെനിക്കാണെങ്കിൽ എന്നെ കണ്ട് പേടിക്കോടെ വരുന്നേ. കോക്കാച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പേടിക്കോല്ലായിരുന്നു. നമ്മൾ ഏത് വാക്കിടുമ്പോൾ ഇങ്ങനെ ഈ കരുത്ത് വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. തന്നെ ഇല്ലാത്ത സമയം ഞാൻ ഉണ്ടാക്കി ചെയ്യുക. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. പിന്നെ ഞാൻ പോയി പാത്രം കഴുകിയിട്ട് വരാം കേട്ടോ. കുറച്ച് പാത്രം ഉണ്ട്. അത് വെള്ളം കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി പോയി പാത്രം കഴുകി വെക്കട്ടെ. അതിന് ശേഷം അന്നത്തേക്ക് ഇത് വേണം. 15 മിനിറ്റ് ഞാൻ സമയം നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ഞാൻ കൈ കാണിച്ചു തരാം കേട്ടോ. അയ്യോ അന്നല്ലാണ്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ടേ. എന്നിട്ട് ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആയി കേട്ടോ. കാരണം നമ്മൾ നൈസായിട്ട് തേച്ചെടുത്ത്. ഇവിടെയൊക്കെ ഞാൻ കട്ടിക്കാണ് തേച്ചത്. അതുകൊണ്ട് അത് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ വേദന എടുക്കും ചെറുതായിട്ട്. എന്നിട്ട് ഞാനിത് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാവേ. അല്ലെങ്കിലേ അവരങ്ങനെ പറയുന്നത് സ്ക്രബ് ചെയ്തിട്ട് എടുക്കണമെന്ന്. എവിടെ മക്കളെ? അയ്യോടാ സത്യമാണ് കേട്ടോ. ഞാനേ ഇതൊന്ന് കഴുകിയിട്ട് വരാമേ. സ്ക്രബ് എനിക്കൊരു ആകാംക്ഷയാണ് കാണാൻ. അതുകൊണ്ട് നോക്ക്. ദൈവമേ, ഞാൻ ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്താണ് നിങ്ങൾക്കറിയാം, ബാഗിൻ്റെ കളർ കാണുമ്പോൾ അറിയാമല്ലോ ഇട്ടിട്ടില്ലെന്ന്. അയ്യോ എനിക്ക് ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഞാൻ ക്യാമറ കണ്ടോ
ഒരു ഭയങ്കര അങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തോ ആ വെളുത്ത ആ ചേച്ചിയുടെ മുഖത്ത്, അതായത് അവർ നല്ല ബ്രൈറ്റാണ് അവരുടെ സ്കിന്ന്. പിന്നെ അവരെ ഇത്രയും കൈയുടെ ഭാഗത്ത് തേച്ചപ്പം അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ആയി. അന്നേരം എൻ്റെ മുഖത്ത് വെച്ചപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് പറയണേ. എന്തായാലും എനിക്ക് നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുക കണ്ണിൻ്റെ അടിയിലും കൂടെ തേക്കായിരുന്നല്ലേ. ശരി, കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ പോട്ടല്ലേ. ഇവിടെയും കൂടെ അപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഡാർക്ക് സർക്കിൾസ് പോകും. ഇത് ഉറക്കം ശരിയാകത്തിൻ്റെ ആടാ. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് നടക്കാറില്ല. അന്നേരം നിങ്ങൾ ഈ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറയണം. എന്തായാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത് ഇത്രയും ഇങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ ചിലപ്പം അവർ പറയുന്നുണ്ട്, പക്ഷെ ഞാനിത് ഫേക്ക് അല്ല, ഇത് ഒറിജിനൽ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്തുമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ ആ അരിപ്പൊടി എടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് അരിച്ചിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. അതാകുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അന്നേരം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഏട്ടൻ്റെ പെണ്ണ് 2000 എന്നുള്ള ആ അക്കൗണ്ടിൽ എനിക്കും ഷെയർ ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഞാനതിന് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അന്നേരം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ഗെയ്സ്. അത് കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങളിതാ ഞാൻ ഇട്ട ഭാഗം നോക്കൂ, ഇടാത്ത ഭാഗം നോക്കൂ. ഇതാ കണ്ടോ, സത്യം കേട്ടോ, ഞാൻ ഇത് വിശ്വസിച്ചില്ല. പക്ഷെ നോക്ക്, ഞാൻ ഇട്ട ഭാഗത്ത് നല്ല ബ്രൈറ്റും ഇടാത്ത ഭാഗത്ത് കണ്ടോ, ഇത് രണ്ടും കണ്ടോ. ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഞാൻ എൻ്റെ ആ വീഡിയോസ് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കണ്ടോ, ഇത് ഫേക്ക് ഒന്നുമല്ല കേട്ടോ, നല്ലതാണ്. എന്തുവായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ, വലിയ കെമിക്കൽസ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തുവായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. അന്നേരം എന്തായാലും ഞാൻ ഇതിനെ അങ്ങ് സ്ഥിരമാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ വെളുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവും. നമ്മുടെ സ്കിന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിൻ ടോൺ ലെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ ഉള്ള നമ്മുടെ സത്യത്തിൽ എൻ്റെ കളറ് ഇതല്ല, അതായത് ഈ കളറല്ല എൻ്റെ ഒറിജിനൽ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ ഇന്നർ ബോഡിയിലുള്ള കളേഴ്സില്ലേ, ഇന്നർ ബോഡി അങ്ങനെയല്ല, അതായത് ഈ ഡ്രസ്സൊക്കെ കിടക്കുന്ന ഭാഗത്തെ കളറില്ലേ, അതാണ് ശരിക്കും നമ്മുടെ കളർന്ന് വെച്ചാൽ. നമ്മുടെ ഈ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഉള്ളതായിട്ട് ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ ടാൻ അടിച്ചതാണ്. നമ്മുടെ കൈയൊക്കെ ടാൻ അടിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരിക്കുള്ള കളർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കളറാണ്. നമ്മളിപ്പോൾ കൈയുള്ള ഉടുപ്പ് ഇടുന്നതുകൊണ്ട് ഇത്രയും ഭാഗമൊക്കെ വേറെ കളറായിരിക്കും. അന്നേരം അതാണ് ശരിക്കും നമ്മുടെ കളർന്ന് പറയുന്നത്. അന്നേരം ആ കളറിലോട്ട് തിരിച്ചു തരാൻ നമുക്ക് പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. അല്ല നമുക്ക് സ്കിൻ ടോൺ, ഇപ്പം ഞാൻ ഇത്ര നല്ല കറുത്ത ഒരാളാണ്, എൻ്റെ ബോഡി പാർട്ടെല്ലാം കറുപ്പാണെങ്കിലും എനിക്ക് അങ്ങനെ എൻ്റെ ആ സ്കിന്ന് ഹെൽത്തി ആയിട്ട് വെക്കാൻ എനിക്ക് പറ്റും. അല്ലാതെ എനിക്ക് സ്കിൻ ടോൺ ലെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. മനസ്സിലായോ? ഇതിപ്പം നമ്മുടെ ടാനൊക്കെ നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട്. എനിക്കത് ഞാൻ 2 വട്ടം കൂടെ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ എന്നെ ഇവിടുത്തെ ഈ ടാനെല്ലാം പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇത്. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നിയത് കേട്ടോ. കാരണം നോക്ക്, ഇത് കണ്ടോ, അയ്യോ ഇതിന് ഒരു വൃത്തികേട് പോലെ ഉണ്ടോ എന്തോ. അതായത് ഇപ്പം ആരെല്ലാം കാണുമ്പോൾ ഇത് വേറെ കളർ എന്തോ വാരി തേച്ച് വെച്ചേക്കുന്നത് ചോദിക്കും. അന്നേരം അത്രയേ ഉള്ളൂ കേട്ടോ.